ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് ഒരു എക്സാം ഡേ ആട്ടോ. എക്സാം ഡേ ആണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഒരു 8:30 അപ്പോൾ എണീറ്റ്. ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ് എക്സാം. അപ്പോൾ ഇന്ന് എനിക്ക് 2 ദിവസമായിട്ട് നല്ല പനിയായിരുന്നു ഗൈസ്. പനി എന്ന് പറഞ്ഞാൽ അടാറ് പനി പ്ലസ് ശ്വാസം മുട്ടൽ, ചുമ. രാവിലെ ഞാൻ ചുമച്ച് ഛർദ്ദിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ അജു എനിക്ക് കഞ്ഞിയൊക്കെ ഇട്ട് വെച്ചരക്കി ഇങ്ങനെ അത് കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതേ എന്നിട്ട് അജു കുക്ക് ചെയ്യുക ഗൈസ്. അജു ആദ്യമായിട്ട് ദോശ റെഡി ആയിട്ടുണ്ട്. അജുനെ കാണിച്ചു തരാം ഗൈസ്. എൻ്റെ അജു കുക്ക് ചെയ്ത ദോശ കറക്റ്റ്. ഇത് അജു ഇന്നലെ കുഴച്ച മാവ് ദോശ. അജുവിൻ്റെ സ്കില്ല് കാണിച്ചു തരാം ഗൈസ്. ഗൈസ് അജുവിന്റെ മാപ്പ് പോലെ ഇരിപ്പില്ലേ. ഈ മഴ ഭയങ്കര ശല്യമാണ് ഞങ്ങൾക്ക് ഇവിടെ. ഇപ്പൊ റെഡ് അലേർട്ട് ആണ്. അപ്പൊ ഈ മഴയുടെ തണുപ്പൊക്കെ കൊണ്ടാണ് എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടല് ഉള്ളതാണ്. അജുവിനും ഉള്ളതാണ്. പിന്നെ രാവിലെ എണീച്ചപ്പം ആ തെണ്ടി ജെല്ല് തുറന്നിട്ടേക്കുന്നു. നല്ല മഞ്ഞൊക്കെ വന്ന സമയത്ത് ഒക്കെ നല്ല ശ്വാസം മുട്ടി. അപ്പൊ അങ്ങനെയാണ് രാവിലത്തെ എണീക്കുന്നത്. രാവിലെ തന്നെ ഭയങ്കര ബോറായിരുന്നു. ഇനി ഉച്ച കഴിഞ്ഞ് എക്സാം ഉണ്ട്. ഞങ്ങൾക്ക് ഇന്ന് എക്സാം മലയാളം. 2 ദിവസമായിട്ട് എൻ്റെ കയ്യിൽ ഇത് വിക്സ്, ടിഷ്യൂ, ടവല്, ഹോട്ട് വാട്ടർ ബാഗ്, ഇത് ചുമക്കുള്ള മറ്റേ സാധനം, ഇതൊക്കെയുള്ളൂ എൻ്റെ ടേബിളിൽ ഇപ്പം. ഇത് വെള്ളം, ചൂടുവെള്ളം. നമുക്ക് ഇച്ചിരി ഇവളുടെ ഊത്ത ദോശ തിന്ന് നോക്കാം. ഞാൻ ഇവളുടെ ഊത്ത ദോശ തിന്നാൻ പോവാണ്. ഉണ്ടാക്കാൻ പോലും അറിഞ്ഞൂടാ, എന്നിട്ടാ വലിയ ഷോ കാണിക്കുന്നത്. ഊത്ത ദോശ ആകെ ഉപ്പില്ല എന്നിട്ട് അവളുടെ ഷോ എനിക്ക് ചില്ലറൊന്നും അല്ലായിരുന്നു. സമയം ആകെ 10:45 നമുക്ക് 1:30 എക്സാം. അജ്നാസ്ഥാനം നന്നാ കടച്ചേ പേടി. അപ്പം നമുക്ക് 1:30 എക്സാം. അപ്പം 12:30 ആകുമ്പോഴേലും നമ്മൾക്ക് കോളേജിൽ പോകണം, അല്ലെങ്കിൽ 1 മണിയാകുമ്പോൾ പോകണം. ഹോൾ ടിക്കറ്റ് ജിത്തു മേടിച്ചെന്നാ പറഞ്ഞത് ഞങ്ങളുടെ കൂടെ. ഗൈസ് രാവിലെ ഇരുന്ന് അജു തള്ളലാണ്, സോറി വലിയാണ്. അത് കാണിച്ച്. യെസ് യെസ് അജു വലിക്കോ. നമുക്ക് അങ്ങനെ തോരനായി കിട്ടിയിട്ടുണ്ട് സോള്. അജു ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അജു എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? അതിന് ഏറെ പിടിക്കുന്നത് ശ്വാസം പിടിക്കുന്നത്. കുറച്ച് സവാള എടുക്കുക, കുറച്ച് ചില്ലി പൗഡർ, പയ്യെ പറഞ്ഞാൽ മതി, മനസ്സിലാവുന്ന ഭാഷയില്. കുറച്ച് മനസ്സിലാവുന്ന ഭാഷയില് മലയാളത്തില്. കുറച്ച് മുളക് പൊടി. മാറാകോട്ട് ഗൈസ്. ഇനി കുറച്ച് സോൾട്ട്. ഞങ്ങൾ ഷെഫുകാർ ഇങ്ങനെ കേട്ടോ സോൾട്ട് ഒക്കെ ഇടുന്നത്. പോർ സം ഓയിൽ. കുറച്ചും കൂടി വെച്ചോ എന്റെ. ഓക്കെ, എണ്ണയും കൂടി വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അല്ലേ. അജു എന്റെ കൂടെ കൂടിയിട്ടല്ലേ അജു പഠിച്ചത്? പറ കുക്കിങ്. ഗൈസ് ഒന്നും പേടിക്കണ്ട, അണ്ണാക്കിന് പിരി വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അജു അതുറക്കണ്ട. സെപ്റ്റംബർ 1 ഓഫ് ദ സ്റ്റേജിൽ ജിത്തുവിനെ അഭിനയിക്കാൻ പോകണം. ജിത്തു എങ്ങനെയാ കാണിക്കുന്നത്? വാവ്, ചട്ട് കേൾക്കുന്നു മാറ്റി. ഇനി ഞാനൊന്ന് തിന്ന് നോക്കട്ടെ. മറ നമ്മള് ബാക്കി മാവൊക്കെ അടച്ചു വെച്ച ഈ സ്പൂൺ എടുക്കണ്ടല്ലോ, കൈ ഒന്ന് മാറ്റിക്ക്. ഏത് സ്പൂൺ എടുത്ത് മാറ്റിയത് ഇന്ന് നോക്കാം ഗൈസ്. അജുവിന്റെ ഊത്ത ദോശയും മറ്റേ ചമ്മന്തി. സൂപ്പർ. ചമ്മന്തി കൊള്ളാം, ദോശയും കൊള്ളാം ഗൈസ്. ഇച്ചിരി ഉപ്പ്. ദോശ കൊള്ളാം, കാരണം ഇതിന്റെ കൂടെ തിന്നുമ്പം ആ കുറവ് അറിയുന്നില്ല, വൃത്തിയായിട്ട് അറിയുന്നില്ല. വേണ്ട, തിരിക്ക് തികയത്തിലത് മേടിച്ചിട്ടല്ലേ. എന്നാ അല്ലല്ല, ഇത് സ്നേഹത്തിനല്ല, വീഡിയോക്ക് വേണ്ടി മാത്രം. സൂപ്പർ. ഞാൻ ഉണ്ടാക്കിയോണ്ടാ. അജു തിന്നുന്ന അജുവിന്റെ എക്സ്പ്രഷൻ പറയൂ. സൂപ്പർ. ഓ തന്നെ പറയല്ല, ഭയങ്കര കൊളായിട്ടില്ല. ഉപ്പില്ല. ദോശക്ക് ഉപ്പില്ലെന്നേ ഉള്ളൂ, പക്ഷെ കറിക്കല്ല ഉപ്പുണ്ട്. ഇതിന് ഉപ്പ് കൂടുതലാണ് ഗൈസ്, ഇതിന് ഉപ്പ് കുറവും. സൂപ്പർ ഗൈസ്, സൂപ്പർ. ഞങ്ങളുടെ വ്യൂ നോക്ക് ഗൈസ്. ഇപ്പതേ വെയില് പറഞ്ഞു. ഇന്ന് കുറുക്കനെ കോഴിയുടെ കല്യാണം. നോക്ക്, മഴയും വീഴും ഗൈസ്. പറഞ്ഞല്ലോ ഈ 4 മണി രാവിലെ ജെല്ല് തുറന്നിട്ട് എനിക്ക് ശ്വാസം മുള്ള ഉണ്ടാക്കിയത്. ഞാൻ ഒരു നല്ല എയർ കയറിക്കോട്ടെ. പിന്നെ എയർ കയറിയതാ. കൊള്ളാട്ടോ ഗൈസ്. ഞങ്ങൾക്ക് ഇന്ന് വേറെ പരിപാടിയൊന്നും ഇല്ല. എക്സാം ആണോ പറയുന്നത്? ആരോ പറഞ്ഞു ഞങ്ങൾക്ക് എക്സാം ആണ്.
ഞങ്ങൾക്ക് 1:30 എക്സാം തുടങ്ങുന്നത്. സത്യം പറഞ്ഞാൽ രാവിലെ പഠിക്കാനായിട്ടൊന്നും ഇല്ല. ഞങ്ങളിങ്ങനെ തിന്നാറുണ്ട്. സത്യം പറയാം, നമ്മള് ഫസ്റ്റ് ഇയർ തൊട്ട് എല്ലാ എക്സാമിന്റെ സമയത്ത് ഞങ്ങള് കുക്ക് ചെയ്യും ഗൈസ്. തലേന്നും രാവിലെ കടല ചിക്കൻ എക്സാമിനൊക്കെ കടല പറഞ്ഞു തന്നിട്ടുണ്ട് ഗൈസ്. പുതിയ ഫാൻസി ബോട്ടിൽ മേടിച്ചപ്പോ തൊട്ടുള്ള ഷോ ആയത് ഗൈസ്. ഇങ്ങനെ ആരെങ്കിലും ചുമച്ച് ചാവാ കിടക്കുമ്പോ പൊക്കത്ത് നോക്കി അതും കൂടെ കുത്തപ്പ മറിക്കണം. അറിയൂടി അമ്മ പറഞ്ഞതാ. താമ്പാതി ദൈവം മതി എന്നല്ല, ഞങ്ങൾ മുക്കാലും മുഴുവനും ദൈവത്തിനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ചു നേരം പ്രാർത്ഥിച്ചു ഗൈസ്. അങ്ങനെ ഞാൻ യൂണിഫോം ഇട്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ മുടി വെട്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കോളേജിലോട്ട് പോണത്, യൂണിഫോം ഒക്കെ ഇടുന്നത്. അപ്പം ഇത് ചേരുമല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മുടിയൊക്കെ ഇനി സെറ്റ് ആക്കണം. അപ്പം ഞാൻ മുടി കെട്ടിയിട്ട് വരാം. ബൈ ഗൈസ്. അങ്ങനെ മുടിയൊക്കെ കെട്ടി ഇവിടെ ഒരു ക്ലിപ്പ് കുത്തിയിട്ടുണ്ട്, അയച്ചായിട്ടേക്കുന്നത് ഗൈസ്. എക്സാമിന് പോകുന്നതിന് മുന്നെയാണ് പെൻസിലും റബ്ബർ കട്ടും സ്കെയിലൊക്കെ എടുക്കുന്നത്. പക്ഷെ ഗൈസ് ഞങ്ങൾക്ക് പണി പറ്റിച്ചു. മഴ പെയ്യുവാ. ഇപ്പൊ ഒന്ന് തോർന്നു, ഞങ്ങൾ പെട്ടുപോയി. താങ്ക്സ്. അങ്ങനെ ഒരു പെൻസിലും 2 പേനയായിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. പിന്നെ പനി ആയതുകൊണ്ട് ഒരു ഡോളയും കൂടെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ എക്സാം എഴുതാൻ പോകാൻ റെഡിയായി ഇറങ്ങി. കംപ്ലീറ്റ് മഴയാണ് ഗൈസ്. വീട് കാണിച്ചു കൊടുക്കും. സോറി, അത് കാണിക്കാൻ പറ്റുന്ന രംഗമല്ല. ഞാൻ നനയുന്നു. ഞങ്ങളുടെ വീട് ഇരിക്കുന്നത് ഒരു പറമ്പത്താണ്. അപ്പൊ നിങ്ങൾ ആദ്യം കാണുന്ന ഒരു വാവ് വാട്ട് എ ഗ്രീനറി, നേച്ചർ സൂപ്പർ എന്നൊക്കെ. പക്ഷെ അനുഭവിച്ച ഞങ്ങൾ മടുത്തു ഗൈസ്. ഇത് മൊത്തം കാടാണ് ഗൈസ്. മഴയും കാടും ഒച്ചയോ. എന്റെ ഒച്ചയുടെ പേരെന്തായിരുന്നു? നമുക്ക് ഇഷ്ടാട്ടോ ചീവീട്. ഈ ചീവിടിന്റെ ഒച്ച. ഓഹോ, എല്ലാം കൊണ്ട് പിന്നെ രാത്രിയായ പിന്നെ പറയണ്ടല്ലോ, ഇരുട്ട് അങ്ങ്. അങ്ങനെ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി പിക്കപ്പ് വന്നു. ക്യാമറ ആണ് ജിത്തിനെ ഷോ എടുക്കാൻ. ഇതിപ്പോ നിങ്ങൾ പറയുന്നില്ലേ? ഇങ്ങനെ പോണേ. അങ്ങനെ മഴയൊക്കെ നനഞ്ഞ് കോളേജിലെത്തി ക്ലാസ് റൂമൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ ഈ കാര്യങ്ങളുടെ ഈ ഓർമ്മകളൊക്കെ എനിക്ക് ഭയങ്കര ദുഃഖകരം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതൊന്നും പറ്റുന്നില്ല. ഇന്നെങ്കിലും ഇവരിടുന്ന എന്തൊക്കെയോ പഠിക്കുന്ന എനിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നു. എന്തോ ഇത്ര മാത്രം പഠിക്കാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സുബിമോൾ വന്നിട്ടുണ്ട്. കൂടിയൊക്കെ മഴ നനഞ്ഞ കുളമായി. ചുറ്റുപാടും എക്സാം അന്തരീക്ഷമാണ്. എന്താ ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ഒരു ഹോളിലാ. അതിലേക്ക് ഇരിക്കുന്നേ. പിന്നെ വയ്യാത്തോണ്ട് നമ്മുടെ ചേച്ചി എനിക്ക് നല്ല കട്ടൻ ഇട്ട് തന്നിട്ടുണ്ട്. ചുറ്റും നോക്കിയപ്പോൾ താണ്ട് എല്ലാവരും ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഞാൻ അവിടെ സ്കൂട്ടായി. എക്സാം എഴുതി 3G ആയിട്ട് വന്നിരിക്കണം പിള്ളേര്. വിഷമിട്ട് പോയാ ഗൈസ്. എക്സാം കഴിഞ്ഞ് ഇറങ്ങി ഭയങ്കരമായിരുന്നു. തലവേദന എടുക്കുന്നു ഗൈസ്. ഈ തന്നെയാണ് എന്റെ അപ്പുറത്തിരുന്നിട്ട് തന്നെ പൂത്ത് വെച്ച് ഞാൻ എല്ലാം പറഞ്ഞു. കോപ്പാണ്. ശരി എന്നാ, എന്തായാലും എനിക്ക് വിഷമമായി. എനിക്ക് ചായ വാങ്ങിച്ചു തരുമോ? പൊടി. എനിക്ക് അതിന്റെ ഇടയ്ക്ക് എനിക്ക് വിശന്നിട്ട് വയ്യ. ഞാൻ ഇവിടെ വിളിച്ചിട്ട് വിശക്കണം ഞാൻ ഇവിടെ പറഞ്ഞു. വിശന്നിട്ട് വയ്യായിരുന്നു. രാവിലത്തെ 3 ദോശയുടെ ബെൽറ്റിലൊക്കെ ഞാൻ കഞ്ഞിയാ പിടിച്ചത്. നീ ദോശ കഴിക്കണമെന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിച്ച് പോയി കഴിച്ചത്. പിന്നെ ഒന്നും നോക്കില്ല ഗൈസ്. പട്ടിണി കളയുന്ന പിള്ളേരെ പോലെ ഞങ്ങൾ വലിച്ചു വാരി കഴിക്കുന്നുണ്ട്. പിന്നെ അജു ദാ ഡെഡ് ബോഡിയുടെ അപ്പുറത്ത് കിടപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ജിത്തുവിനെ ചവിട്ടിട്ട് ഞാനും തഫിക്കും അജുവും കൂടെ പോയി ബജ്ജിയൊക്കെ കഴിച്ച ഒരു സ്ഥലം വരെ പോയിട്ടുണ്ട്. ഇതിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം, എല്ലാവരും പോയി കാണുക. അങ്ങനെ വീട്ടിലെത്തി എക്സാം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തേക്ക് അത്രയുള്ള ഗൈസ്. ബൈ.